ഞാൻ ഇതുവരെ കരുതിയിരുന്നത് അമ്മയ്ക്ക് വിഷം കൊടുത്ത ദേഷ്യമായിരുന്നു നിനക്ക് ചിന്നുവിനോടെന്നാ. നിനക്ക് ചിന്നുവിനോട് പൂർവ്വ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾക്കതാകാമെങ്കിൽ എനിക്കും അതാകാം. എന്റെ ഒരു സ്റ്റുഡന്റിനെയാണ് നിങ്ങളിപ്പോ കൊണ്ടുപോകാൻ പോകുന്നത്. എനിക്കത് ചോദ്യം ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ പദവി വേണമെന്നൊന്നുമില്ല. അധ്യാപകൻ എന്ന സ്ഥാനം തന്നെ ധാരാളാ. മൈ സാർ പറഞ്ഞാ ശരി. കോളേജിൽ വെച്ച് സ്റ്റുഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു ലോ കോളേജ് അല്ലേ? നിങ്ങളെല്ലാവരും നിയമം പഠിച്ചവരും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? മറ്റുള്ള കോളേജിലെ സ്റ്റുഡൻസ് പെരുമാറുന്നത് പോലെ നിങ്ങൾ പെരുമാറുന്നത് ശരിയാണോ? നിയമ വിദ്യാർത്ഥികൾ നിയമത്തെ അല്പമെങ്കിലും ബഹുമാനിക്കണ്ടേ? അതെ, നിയമമൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. ദേ, മര്യാദയ്ക്ക് കല്യാണിയെ. നിശാന്ത്, വേണ്ട. സാറേ, എന്താ ഇനി അടുത്ത പരിപാടി? ഇവൾ ഞങ്ങളുടെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. രമാദേവിയെ കൊല്ലാൻ ശ്രമിച്ചതാ ഇവളുടെ പേരിലുള്ള കേസ്. അത് ചെയ്തത് കല്യാണിയല്ല. അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അറസ്റ്റ് തടയാനായിട്ട് വന്നത്. ഈ അറസ്റ്റ് തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഇത് ഒഴിവാക്കി പിടിക്കാൻ പറ്റേയില്ല. കാരണം ഇത് ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവാ. ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോ. വക്കീലിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും നമ്മുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് ഈ കാര്യം ഡീൽ ചെയ്യാം. യു ക്യാരി ഓൺ സർ. പക്ഷേ എന്റെ കല്യാണിയുടെ മേൽ അറിയാതെങ്കിലും കൈവച്ചു പോയാ പിന്നെ ഈ യൂണിഫോം വേസ്റ്റായി പോവും. കേറിക്കോ. കേറ്. സന്തോഷ വാർത്ത. അങ്ങനെ അവസാനം അവൾ അകത്തായി. അത് മതി എനിക്ക്. എന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൊമ്പ ഒടിഞ്ഞത്. ഇത് തന്നെയാ ഞാൻ ആഗ്രഹിച്ചതും. എന്റെ എല്ലാ പ്ലാനുകൾക്കും തടസ്സം അവൾ ഒറ്റൊരുത്തിയായിരുന്നു. എന്റെ പുറകെ നടന്ന് എന്റെ ഭൂതകാലത്തെ തോണ്ടിയെടുത്തോണ്ട് എന്നെ വേദനിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഇനി അവളില്ല. എന്റെ പതനം കാണാൻ നാളെണ്ണി നടന്നവൾക്ക് ഇനി ജീവിതകാലം മുഴുവൻ കമ്പി എണ്ണി ഇരിക്കാം. ചിന്നുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ ഇതുവരെ കരുതിയിരുന്നത് അമ്മയ്ക്ക് വിഷം കൊടുത്ത ദേഷ്യമായിരുന്നു നിനക്ക് ചിന്നുവിനോടെന്നാ. നിനക്ക് ചിന്നുവിനോട് പൂർവ്വ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചേ കേട്ടില്ലേ, നിനക്ക് ആ വേലക്കാരി പെണ്ണിനോട്
എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോന്ന്? ഇല്ല. പക്ഷേ ചിന്നുവിന്റെ അറസ്റ്റ് വാർത്ത കേട്ടപ്പോഴുള്ള നിന്റെ പ്രതികരണം കാണുമ്പോ നിനക്കെന്തോ അവളോട് ശത്രുത വ്യക്തമാണ്. അവളോടെന്താ നിനക്കെത്ര ശത്രുത? പറ, ഞാൻ കൂടെ അറിയട്ടെ. അങ്ങനൊന്നും ഇല്ല സാർ. സാറിന്റെ അമ്മയ്ക്ക് അവള് വിഷം കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയതിന്റെ ശത്രുത മാത്രമേ എനിക്ക് അവളോടുള്ളൂ. അതിന്റെ ശിക്ഷ അവൾക്ക് കിട്ടുന്നതിന്റെ ഹാപ്പിനെസ് എനിക്കുണ്ട്. സാറിന്റെ അമ്മ എന്നും എന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരിക്കലും അവരുടെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്ന് കരുതി ഞാൻ അവർക്ക് വിഷം കൊടുക്കുകയാണോ വേണ്ടേ? ക്ഷമയോടെ കാത്തിരുന്ന് ആ അമ്മയുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചു പറ്റാനല്ലേ ഞാൻ ആക്ച്വലി ശ്രമിക്കേണ്ടത്. അതെ. സാറിന്റെ അമ്മ അവളെ എന്തെല്ലാം ശാസിച്ചാലും ശിക്ഷിച്ചാലും അവൾക്ക് അന്നം നൽകുന്നവരെ സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അല്ലാതെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുകയാണോ? സാറിന്റെ അമ്മ എന്റെയും കൂടെ അമ്മയല്ലേ. കുറ്റം ചെയ്ത ആള് ശിക്ഷിക്കപ്പെടണം. ഇവിടെയാണെങ്കിലോ സാറിന്റെ അച്ഛനും അനിയനും കുറ്റവാളിയായ ആ വൃത്തികെട്ട പെണ്ണിനെ രക്ഷപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു. ഇനി അവള് രക്ഷപ്പെടില്ല. സാറിന്റെ അമ്മയുടെ ഒരു മൊഴി മാത്രം മതി അവള് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ. അതെ, അമ്മ എന്തായാലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. വെറുതെ വിടരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാറിന്റെ അമ്മ എന്റെ ഒരു അമ്മയെ പോലെയാ. അല്ല, സോറി, അമ്മ തന്നെയാ. അവരെ തൊട്ടാ എനിക്ക് നോവും. അമ്മയോട് ഈ കടുങ്കൈ ചെയ്ത അവൾ അനുഭവിക്കണം സാർ. അവളുടെ നല്ല പ്രായം മുഴുവൻ അവള് ജയിലിൽ കിടന്ന് അനുഭവിക്കണം. അതാ എനിക്ക് വേണ്ടത്. അതെ, എനിക്കും അത് തന്നെ വേണ്ടത്. എന്റെ അമ്മയെ കൊല്ലാൻ നോക്കി അവളെ ജയിലിൽ കിടന്ന് ചാവണം. നീ വാ. Ha ha ha.